കൊച്ചിയിലെ ഫേവറേറ്റ് സ്കൂളായിട്ടുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ റാഗിങ് സഹിക്കാൻ പറ്റാതെ ഒരു പയ്യൻ സൂയിസൈഡ് ചെയ്തു. മിഹിർ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? ഈ പയ്യന്റെ ഫേസ് ക്ലോസറ്റിൽ നക്കിപ്പിക്കുക, അതിൽ മുക്കി ഫ്ലഷ് ചെയ്യിപ്പിക്കുക, നിരന്തരം കളറിന്റെ പേരിൽ കളിയാക്കുക. നമ്മളൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് നമ്മളൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്ര മനുഷ്യത്വം ഇല്ലാത്ത ഇങ്ങനത്തെ ജീവികൾ എങ്ങനെയാണ് സ്കൂളുകളിൽ ഇപ്പൊ ഉണ്ടായി വരുന്നത്? നിങ്ങൾ മനുഷ്യനോ മൃഗം? തിരിപ്പോന്ന കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരെ ശിക്ഷിക്കേണ്ടത് നമ്മളല്ലടോ. പക്ഷെ എനിക്ക് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയത്, ഇവന്മാർ സ്ഥിരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന റാഗ് ചെയ്യുന്ന ഈ പയ്യൻ ഒരു ദിവസം സൂയിസൈഡ് ചെയ്ത് മരിച്ചു എന്ന് അറിയുമ്പോൾ പോലും ഇവന്മാരത് ഫണ്ണി ആയിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫണ്ണായിട്ട് അത് എടുക്കുകയാണ്. ഒരു ചത്താലും നീ പുഴുത്തേ ചാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേ ചാവൂ. രണ്ട് പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. ചത്താലും നീ പുഴുത്തേ. ടോയ്ലറ്റിൽ മുക്കിയിട്ട് പൂപ്പി ഹെഡ് എന്നാണ് അവനെ വിളിക്കുന്നത്. ഇതൊക്കെയാണ് ഇവന്മാരുടെ ഫണ്ണെങ്കിൽ വീട്ടിലിരിക്കുന്ന ഡാഡീനെ പിടിച്ചിട്ട് അങ്ങനെ ചെയ്യണം. അല്ലാതെ അവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരുടെ മെക്കിട്ടല്ല കയറേണ്ടത്. അല്ല, ഇതിന് തക്കവണ്ണുള്ള അധികാരമൊക്കെ ആരാ അവന് കൊടുത്തത്? പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കപ്പെടുകയും നിറത്തിന്റെ പേരിലും പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നീ ഒരിക്കലും നന്നാവില്ല. ഈ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയാ, നശിച്ചു പോ നീ. വാഷ്റൂമിൽ കൊണ്ടുപോയി ഈ നിറത്തിന്റെ പേരിൽ കളിയാക്കി ഷാറൂഖ് ഖാൻമാരുടെ ഫോട്ടോ കിട്ടുമോ? കുട്ടികൾ ഈ സീനിയറായ റാഗിംഗ് നടത്തിയ കുട്ടികൾ അത് ആഘോഷിച്ചു. ഒപ്പം ചില വാട്സപ്പ് ചാറ്റുകളുടെയും ഇൻസ്റ്റഗ്രാം ചാറ്റുകളുടെയും തെളിവ് ഈ ആഘോഷിച്ചവന്മാരുടെ ലിസ്റ്റ് കിട്ടണം. നിനക്ക് മാപ്പില്ല കുറുപ്പേ. 468, 420, 120B അങ്ങനെ നിറയെ വകുപ്പുകളാ എല്ലാരും അകത്ത്. ഇത്തരത്തിൽ ഇത് സ്കൂളിനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഒരു വ്യാജ പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നു എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. റാഗിംഗ് പരാതി ഉന്നയിച്ച് സ്വന്തം മകൻ സൂയിസൈഡ് ചെയ്തിട്ട് അതിന്റെ സത്യം അറിയാൻ ശ്രമിക്കുന്ന അമ്മ ഈ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് സ്കൂൾ പറയുന്നു. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഗ്രൂപ്പായിട്ട് ജസ്റ്റിസ് ഫോർ മിഹിർ ഇതിന്റെ സത്യം കണ്ടെത്താൻ വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇലുമിനാറ്റി ആണോ എന്നറിയില്ല, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് പോയി, അപ്രത്യക്ഷമായി പോയി. ഇനി ഇപ്പൊ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല. അങ്ങനെയാണ് സംഗതി. മിഹിറിന് ജസ്റ്റിസ് കിട്ടണം ഗൈസ്. ഇതുപോലത്തെ കീടാണുക്കൾ ഒരു സ്കൂളിൽ ഉണ്ടാവരുത്. ഇവന്മാരൊക്കെ ക്ലീൻ ആവണം ഗൈസ്. എനിക്ക്